എവ്രിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ഒരു 3 മണി മുതൽ സൺഡേ ഫുള്ളാണ് കാണിക്കുന്നത്. ഈവനിങ് ടൈമിൽ ഞങ്ങളൊരു ചെറിയൊരു കുട്ടി ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്ത കുറച്ച് ക്ലിപ്പിങ്സ് ആണ് ഇതെല്ലാം. അങ്ങനെ 2-3 ഐറ്റം ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ വിചാരിച്ചു പെട്ടെന്ന് നെക്സ്റ്റ് പരിപാടി നോക്കാം. കാരണം എന്തോ നല്ല അന്തരീക്ഷം മൂടിക്കെട്ടി കിടക്കുമായിരുന്നു. ഏത് നിമിഷം വേണമെങ്കിലും മഴ പെയ്യാം. പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസും അച്ചാറിടാനുള്ള മാങ്ങ നാരങ്ങ എല്ലാം എടുത്തതിന് ശേഷം നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി. ഇവിടെ നിന്ന് നമുക്ക് 1-2 ഐറ്റംസ് ഒക്കെ എടുക്കാനുണ്ടായിരുന്നു. അതെല്ലാം വാങ്ങിച്ചു. പായസ കിറ്റും കാര്യങ്ങളും എല്ലാം നോക്കി. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞു. നമ്മളുടെ പർച്ചേസിങ് സെക്ഷൻ ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ നേരെ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്ക് മഴയും വീണു. ചോറ് വെച്ച് കൊടുക്കണം, അവിടെ വെച്ച് കൊടുക്കണം, തോല് വെച്ച് കൊടുക്കണം, പച്ചടി, കിച്ചടി, തോരൻ, അവിയല്, പുളിശ്ശേരി, പിന്നെന്തോ പായസം, പിന്നെന്താ വേണം? അച്ചാറ്. അച്ചാർ വേണ്ടേ? എന്താ അച്ചാർ വേണ്ടാത്ത? പുളിശ്ശേരി മതിയോ? അച്ചാറ്, പിന്നെ ചിപ്സ്, ചക്കര വരട്ടി. അപ്പോൾ പാറുമോള് പറഞ്ഞ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ സമയമാണ് ഇത്. നല്ല തകർത്ത് മഴ പെയ്യുന്നുണ്ട്. നാളത്തെ ഫംഗ്ഷൻ എങ്ങനെ ആവുമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. അത്യാവശ്യം പരിപാടിയെല്ലാം തീർത്ത് വെച്ചതുകൊണ്ട് രാവിലെ അങ്ങ് ധൃതി പിടിച്ച് എണ്ണിക്കേണ്ട കാര്യമൊന്നും വന്നില്ല. അപ്പം എണ്ണീറ്റ് വന്നപ്പോഴേ കാണുന്ന കാഴ്ച അമ്മ ഇഞ്ചിക്കറി ഉണ്ടാക്കുമായിരുന്നേ. അപ്പം ഇഞ്ചിക്കറിയായി, അച്ചാറ്, കരുനാരങ്ങ അച്ചാറുമായിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാറിനുള്ള പരിപാടി നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രിപ്പറേഷനിൽ അമ്മ മുഴുകി നിൽക്കുവാണേ. അങ്ങനെ അറ്റ് ലാസ്റ്റ് നമ്മളുടെ ഇഞ്ചിക്കറി നല്ല സൂപ്പറായിട്ട് തിളച്ച് വരുന്നുണ്ട്. മഴ എന്ന് പറയുന്നത് പെയ്യണോ വേണ്ടയോ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുവാണേ. ഇന്നലെ അവിടെ എല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ടായിരുന്നു. നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ടാണ് അത്രയും ചെത്തിയത്. അപ്പോൾ അതൊന്നും വാരിക്കളയാൻ പോലും പറ്റില്ല, അത്രയ്ക്കും മഴയായിരുന്നു വൈകിട്ട് സമയങ്ങളിലെല്ലാം. അങ്ങനെ മാങ്ങയച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ടേ. ഇനി നമ്മുടെ മെയിൻ പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു. പൂക്കളെല്ലാം പറിച്ചു. അത്തത്തിനുള്ളത് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ മെയിനായിട്ട് പൂക്കളെല്ലാം റെഡിയാക്കി ഇടാൻ പോവുകയാണ്. അങ്ങനെ അന്നത്തെ അത്തം നിങ്ങൾ ഷോർട്സിനകത്ത് കണ്ടു കാണും. അപ്പം അതെല്ലാം ഓരോരോ പൂക്കളെല്ലാം വെച്ച് നമ്മളുടെ അത്തം എളുപ്പം തീർക്കുവാണ്. കാരണം ഒരു 10-11 മണിയാകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ വരും. ആ സമയത്തിനുള്ളിൽ ഞാനൊന്ന് ഫ്രീ ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പം അത്തം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ. എന്തൊരു രസമാണെന്നറിയാമോ? നല്ല രസമുണ്ടായിരുന്നു. ആ ശംഖുപുഷ്പത്തിൻ്റെ ആ ഒരു വയലറ്റ് കളറും പ്ലസ് ആ അടുക്ക് ചെമ്പരത്തിയുടെ ആ റെഡ് കളറും കൂടെ നല്ല കോംബോ ആയിട്ട് എനിക്ക് തോന്നി. എന്തായാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മളുടെ ഫാമിലി സ്റ്റാർട്ട് ചെയ്തത് ഒരു 50-60 പേരൊക്കെ നമുക്ക് അറിയാവുന്നവരായിരിക്കും. കാരണം കൂടുതൽ ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയത്തില്ലയോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഞാൻ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, ഒന്ന് കാണണേ. കൂടുതൽ നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും നെയ്ബേഴ്സും ഒക്കെ ആയിരിക്കും. അവരുടെ അടുത്തെല്ലാം നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചത്. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ആദ്യം 100 സബ്സ്ക്രൈബേഴ്സായി, പിന്നെ 150, 200, 250. ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു 265-66 ആ റേഞ്ചായിരുന്നു. ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പം എനിക്ക് 270 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത്രയും വീഡിയോസ് എന്നാൽ ഞാനിപ്പോൾ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. 400 പുറത്ത് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമല്ലോ ഒരാളെങ്കിലും ഒരാൾ ഡെയിലി സബ്സ്ക്രൈബറായി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓരോ സബ്സ്ക്രൈബർ ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം 200 ആയപ്പോഴത്തേക്ക് തന്നെ ഞാൻ നല്ല സന്തോഷമായിരുന്നു. ഇപ്പം എന്തായാലും ജഗദീശ്വരൻ അനുഗ്രഹിച്ച് എളുപ്പം എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടി ഞാൻ തന്നെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ഗെയിംസിനകത്ത് ഓരോ പ്രോഗ്രാമുകൾ ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പം അവർക്കൊരു ദിവസം ഒരു എൻജോയ്മെൻ്റ്, ഒരു സന്തോഷം വരണം. നമ്മൾ പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യമാണ്.
വർഷത്തിൽ എന്തായാലും 3 പരിപാടി വെക്കും. അപ്പോൾ അതൊരു കുഞ്ഞാണെങ്കിലും 5 പേരാണെന്നുണ്ടെങ്കിലും പറ്റുന്നവരെല്ലാവരും വരും, നല്ല രീതിയിൽ അടിച്ചു പൊളിക്കും. അപ്പം അവർക്ക് പഠിത്തം മാത്രമാകുമ്പോൾ നമ്മളോടും ഒരു നീരസം കാണും. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു എൻകറേജ്മെൻറ്റോ കുറച്ച് കാര്യങ്ങളോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കാണെങ്കിൽ ട്യൂഷന് വരാനും ഇഷ്ടമാണ്, പഠിക്കാനും ഒരു മോട്ടിവേഷനാണ്. ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാണേ. അപ്പോൾ അങ്ങനെ നമ്മൾ കുട്ടി കുട്ടി ഗെയിംസ്, അവർക്ക് പറ്റുന്ന രീതിയിലുള്ള കുഞ്ഞു കുഞ്ഞു ഗെയിംസ്, ഇതെല്ലാം പ്രിപ്പറേഷനും അവർ തന്നെയാണ് ചെയ്തത്. അവർ തന്നെ ഒരു ദിവസം എക്സാം എല്ലാം കഴിഞ്ഞ ദിവസം ഒരു ദിവസം വന്നിരുന്ന് ഗെയിംസിൻ്റെ ലിസ്റ്റ് ഔട്ട് ചെയ്തു. അവർ തന്നെ കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്തു. അപ്പോൾ എന്തുമായാലും അവരുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം. അതിനകത്ത് LKG പഠിക്കുന്ന കൊച്ചുങ്ങളും ഉണ്ട്. പക്ഷെ അവരാണെങ്കിലും അവരുടെ പറ്റുന്ന രീതിയിലുള്ള എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഗെയിംസാണ് നമ്മൾ കൂടുതലും റെഡിയാക്കിയിരിക്കുന്നത്. ഇതിനകത്ത് അമ്പാടിയുടെ ആയിരുന്നു നല്ല സൂപ്പറായിട്ട് അവൻ ആഞ്ഞ് ഊതി ഫുൾ മെഴുകുതിരി അണഞ്ഞു. ഇതാണ്ട് കണ്ടോ. പിന്നെ അതിന് ശേഷം 3 കത്തി. അങ്ങനെ നമ്മളുടെ വിന്നറാണ് ഈ കാണിക്കുന്ന ആൾ. അവളാണ് മെഴുകുതിരി ഊതി അണയ്ക്കലിനകത്തെ വിന്നർ. അങ്ങനെ പിന്നെ ഓരോരോ ഗെയിംസുകൾ പടപടാന്ന് നടത്തി തന്നേ. നമുക്ക് ഓടിച്ചൊന്ന് ഗെയിംസ് എല്ലാം ഒന്ന് കണ്ടാലോ. ഓണസദ്യ കഴിച്ചാലോ. കറികളും ചോറും എല്ലാം ഓരോന്നോരോന്നായിട്ട് വിളമ്പിയിട്ട് കുഞ്ഞുങ്ങളെ എല്ലാവരെയും വിളിച്ച് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാമേ. ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത പരിപാടി തുടങ്ങാൻ. കുറേ ഗെയിംസ് ഇനിയും കളിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരങ്ങ് വെയിറ്റിംഗ് ആയിരുന്നു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് അവരുടെ വിശ്രമവും കഴിഞ്ഞിട്ടാണ് അടുത്ത സെക്ഷൻ കളികളെല്ലാം കളിച്ചത്. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഓരോരോ കറികൾ ഈ 2 ഇലക്കകത്ത് മാത്രം വിളമ്പുന്നത് കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ബാക്കിയുള്ള ഇലക്കകത്തെല്ലാം ഒരുമിച്ചങ്ങ് വിളമ്പി മാറിയതായിരുന്നു. അമ്മ ഓരോരോ കറികൾ വിളമ്പുമ്പോഴും കമൻറ്റ് പറഞ്ഞുകൊണ്ട് പാറു അവിടെ ഇരിപ്പുണ്ടേ. അമ്മമ്മ അതെന്തുവാ, അമ്മമ്മ ഇതെന്തുവാ, അമ്മമ്മ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സംശയമാണ് ആൾക്ക്. അങ്ങനെ ഫുഡ് കഴിക്കൽ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ബാക്കിയുള്ളവരെല്ലാവരും വിശ്രമിക്കുന്ന സമയത്ത് ഈ 3 പേർക്കും ഒട്ടും വിശ്രമമില്ല. ഒരാളും കൂടെ കണ്ടോ അത് കണ്ടിറങ്ങി വന്നേക്കുന്നത്. അങ്ങനെ അവർ 4 പേരും അപ്പോഴേ കളിക്കാൻ ഇറങ്ങിയായിരുന്നേ. ഇവർക്ക് അടുത്ത ഒരു ഗെയിമും കൂടെ
കളിച്ചിട്ട് നിർത്താമെന്ന് ഞാൻ പറയും, പക്ഷേ അവളുമാർ അടുത്ത ഗെയിമും കൊണ്ടുവരും. അപ്പോൾ ഇത് നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഗെയിം ഞാനിങ്ങനെ പറയുന്നു, ഞാൻ അതിൻ്റെ ഓപ്പോസിറ്റിൽ നിന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇവർ ചാടും, ഇവർ തെറ്റുന്നവർ ഔട്ട്. അപ്പോൾ ആ ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരുന്നത്. ചുരുക്കം പറഞ്ഞാൽ ഓരോ റൗണ്ട് കഴിയും തോറും ഓരോരുത്തർ ഔട്ടായി നമ്മുടെ വലിയ സർക്കിൾ കുഞ്ഞ് സർക്കിളായിട്ട് മാറിയിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മുടെ വിജയ് അമ്പാടിയായിരുന്നേ. അമ്പാടി ചടപടാന്ന് പറഞ്ഞ് ഓടി വന്ന് കസേരയിലിരുന്നു. അങ്ങനെ അവനാണ് വിജയിയായത്. ഭയങ്കര സന്തോഷമായിരുന്നു ഓരോരുത്തർ ഔട്ടാവുമ്പോൾ. ഗേൾ വേഴ്സസ് ബോയ്സ് എന്ന് പറഞ്ഞ ടീമൊക്കെ ആക്കി. പിന്നെ അങ്ങനെ അതിന് ശേഷം ലാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ ലെമൺ ആൻഡ് സ്പൂൺ ഫ്ലോപ്പായിപ്പോയി. എല്ലാവരും ഓടി നടന്ന് ലെമൺ കൊണ്ട് തറയിട്ടു. അങ്ങനെ നമ്മളുടെ നന്ദുവാണ് ലെമൺ ആൻഡ് സ്പൂണിനകത്ത് വിജയ്. ഇത് രണ്ടാമത്തെ റൗണ്ട് കൊച്ചുങ്ങൾക്ക് ആർക്കും കളിക്കാൻ വയ്യ. അവരപ്പോഴത്തേക്ക് ക്ഷീണിച്ചു. ഇപ്പോൾ ഒരു 4:30-5 മണിയോളം ആയി. അങ്ങനെ ഇതിനകത്ത് വിജയ് ശങ്കരിയാണ്. പക്ഷെ 3 പേരും കറക്റ്റായിട്ട് നാരങ്ങ കൊണ്ടിങ്ങ് എത്തിച്ചിട്ടുണ്ടേ. അതിനുശേഷം നമ്മുടെ കുട്ടീസിന് ഞാൻ കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കോമൺ ആയിട്ട് ഇഷ്ടപ്പെട്ട സാധനം കളർ ബുക്കാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതും ടെന്നീസ് ബോളുമാണ് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.